38 വർഷം കരുണയുടെ ഭവനമെന്നറിയപ്പെടുന്ന ബെഥേസ്ദ കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യൻ. ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. അതാത് സമയത്തൊരു ദൂതനിറങ്ങും, കുളം കലക്കും. ആദ്യം ഇറങ്ങുന്ന മനുഷ്യന് സൗഖ്യമാണ്. എന്നാൽ കഴിഞ്ഞ 38 വർഷമായിട്ട് തൻ്റെ രോഗത്തിന്, തൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം തൻ്റെ കൺമുമ്പിലുണ്ട്. പക്ഷെ അത് അനുഭവിക്കാൻ പറ്റാത്ത ഒരു നിർഭാഗ്യവനായ മനുഷ്യൻ. താൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കുളം കലക്കുന്ന സമയത്ത് എന്നെ ഒന്ന് ഇറക്കി നിർത്താൻ, എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. ആ സ്ഥലത്തിൻ്റെ പേരിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണെങ്കിൽ ആ നാട്ടിൽ ആരും ഈ മനുഷ്യനോട് കരുണ കാണിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിടുതൽ നമുക്ക് പ്രാപിക്കാൻ ചിലരൊക്കെ ഒന്ന് കരുണ കാണിച്ചാൽ മതി, ചിലരൊക്കെ ഒന്ന് മനസ്സലിഞ്ഞാൽ മതി. പക്ഷേ ആരും മനസ്സലിവ് കാണിക്കാതെ, ആരും കരുണ കാണിക്കാതെ നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കാറുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ്റെ തീരുമാനം, ഈ മനുഷ്യൻ്റെ ആഗ്രഹം, കഴിഞ്ഞ 38 വർഷം ജീവിതത്തിൽ മടുപ്പുകളും പ്രയാസങ്ങളുമൊക്കെ വന്നിട്ടും സൗഖ്യമാകണം, രക്ഷപ്പെടണം എന്നുള്ള തൻ്റെ ആ തീരുമാനം ആര് മനസ്സിലാക്കിയില്ലേലും കർത്താവ് മനസ്സിലാക്കി. തന്നെ സൗഖ്യമാക്കുവാൻ യേശു കടന്നു വന്നു. യേശു തന്നെ സൗഖ്യമാക്കി. ഇന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്, മടുത്തു പോവണ്ട, ഉറച്ചു നിൽക്കുക. നമ്മുടെ ഉറച്ച തീരുമാനം, നമ്മുടെ വിശ്വാസം ആര് മനസ്സിലാക്കിയില്ലെങ്കിലും കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. കർത്താവ് നമുക്ക് സൗഖ്യം തരും, കർത്താവ് നമുക്ക് വിടുതൽ തരും. ആമേൻ.